கிறிஸ்துவில் அன்புக்குரிய சகோதர சகோதரிகளே, ஆண்டவராகிய இயேசுவின் நாமத்தில் உங்கள் அனைவருக்கும் அன்பின் வாழ்த்துக்கள். தவக்காலத்தினுடைய 5வது வார திங்கட்கிழமைக்குள் நாம் நுழைந்திருக்கிறோம். அற்புதமானதொரு தவக்காலம், இறை ஆசீரை பெற்றுச் செல்லுகிற நாட்களுக்குள் நாம் கடந்து வந்திருக்கிறோம். அன்புக்குரியவர்களே, இறை வார்த்தையை மையப்படுத்தின ஒரு தவக்காலமாக இந்த தவக்காலம் அமைந்திருக்கிறது. ஆகவே இன்றைய நாள் சிந்தனை, இறை வார்த்தையை நம்ப தீர்மானிக்கிறேன் என்கிற ஒரு சிந்தனையை சிந்தித்து இந்த நாளை அர்த்தமுள்ளதாக்க முயல்கிறோம். இன்றைய நாள் சிந்தனையை நமக்காக வழங்குகிறவர் சுல்தான் மறைமாவட்ட KLCW டைரக்டர் அருட்தந்தை மெஜோ அடிகளார் அவர்கள். அவருடைய சிந்தனையை கேட்டு இறை வார்த்தையை நம்பி இறை வார்த்தையின் வெளிச்சத்தில் பயணிக்க தீர்மானம் எடுப்போம். வாருங்கள். ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, ദൈവം വചനമായിരുന്നു. യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. യോഹന്നാൻ സുവിശേഷകൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് അവൻ ദൈവത്തിൻ്റെ വചനമായിരുന്നുവെന്നാണ്, അവൻ ദൈവത്തോടൊപ്പമായിരുന്നുവെന്നാണ്. അവൻ ദൈവമായി വചനമായി ഈ ഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് മാംസമെടുത്ത് കടന്നുവെന്നാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് വചനമാണ്. രണ്ടാമതാണ് പാരമ്പര്യവും സഭയുടെ പ്രബോധനവും ഒക്കെ കടന്നു വരുന്നത് 2ഉം 3ഉം സ്ഥാനത്തേക്കാണ്. 1ാം സ്ഥാനം എപ്പോഴും വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ വിശ്വാസം നിലകൊള്ളുന്നത് എന്നുള്ള സത്യമാണ് സഭ പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ വചനം കടന്നു വരുന്നുണ്ട്? നമ്മളൊക്കെ വചനം വായിക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്, ജ്ഞാനപ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ഞായറാഴ്ച ദിവ്യബലിയിൽ വചനം ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ടാകാം. ദിവസം പള്ളിയിൽ പോവുകയാണെങ്കിൽ വചനം നമ്മൾ കേൾക്കുന്നുണ്ടാകാം. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലെ പ്രാർത്ഥനകളിൽ നമ്മളൊക്കെ വചനം വായിക്കുന്നുണ്ടാകാം. പക്ഷെ എത്രമാത്രം ഈ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്? ഈ വായിക്കുന്ന വചനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിക്കുന്ന ഒരു വചനമായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് വചനം പ്രസംഗിക്കുവാനാണ്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ്, വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ വചനം പ്രഘോഷിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും വചനം വായിക്കാൻ മാത്രമല്ല, വചനം സ്വാംശീകരിക്കാൻ മാത്രമല്ല, ഈ വചനം പ്രഘോഷിക്കാൻ കൂടെ വിളിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം പ്രഘോഷിക്കേണ്ടത്? ഈ വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ ഈ വചനം ഉറപ്പായും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കപ്പെടും. ഈ വചനം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകും. ഈ മാറ്റം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സ്വാധീനിക്കും. അങ്ങനെ ഈ വചനത്തിൻ്റെ വലയം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കപ്പെടും, പകർന്ന് കൊടുക്കപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ അമ്മയാണ് ക്രിസ്തുവാകുന്ന ഈ വചനത്തെ ആദ്യമായി ഈ ഭൂമിയിൽ സ്വീകരിക്കുന്നത്. അവന് മാംസം കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ ക്രിസ്തു മനുഷ്യനായി മാറുന്നുണ്ട്. പരിശുദ്ധ അമ്മ ജീവിക്കുന്ന ഒരു വചനമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞ അവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. വചനം ശ്രവിച്ച്, ആ വചനം അനുസരിച്ച് ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിലൂടെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ ആദ്യം ചെയ്യുന്നത് അവൾ എലിസബത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഈ എലിസബത്ത് പരിശുദ്ധ അമ്മയെ കണ്ടു കഴിയുമ്പോൾ എലിസബത്തും അവളുടെ ഗർഭത്തിലുള്ള സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വചനം സ്വീകരിച്ച്, വചനം ഉൾക്കൊണ്ട്, വചനം തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ വചനം പരിശുദ്ധാത്മാവിലൂടെ എലിസബത്തിലേക്കും സ്നാപക യോഹന്നാനിലേക്കും കടന്നു ചെല്ലുന്നു. മനോഹരമായ ഒരു രംഗം. നമ്മളും ഈ പരിശുദ്ധ അമ്മയെ പോലെ
വചനം ശ്രവിക്കുവാൻ, വചനം സ്വീകരിക്കുവാൻ, വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗഭാഗാക്കുവാൻ ക്ഷണിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മെപ്പോലെ നമ്മളും ഈ വചനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മളിൽ നിന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിങ്ങനെ പ്രവഹിച്ച് അവർക്കും ഈ ദൈവവചനത്തിൻ്റെ കൃപകൾ പകർന്ന് കൊടുക്കപ്പെടുന്നതായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വചനം സ്വീകരിക്കുന്നവരാകാം. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത് പോലെ ഈ വചനം സ്വീകരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വചനം പകർന്നു കഴിയുമ്പോൾ നമ്മളും വാക്കുകൾ ഉപയോഗിക്കേണ്ടതായി വരികയില്ല. ആ വചനം നമ്മിലൂടെ പ്രവർത്തിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കപ്പെടുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം. യോഹന്നാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മോട് പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു. യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നത് മറ്റാരെയും പറ്റിയുമല്ല, നമ്മുടെ ക്രിസ്തുവിനെ പറ്റിയാണ്. ക്രിസ്തു വചനമായിരുന്നു, ക്രിസ്തു ദൈവത്തോടൊപ്പമായിരുന്നു, ക്രിസ്തു ദൈവമായിരുന്നു. വചനത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമാണ്. നമുക്കും വചനമാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാമാക്കി ക്രിസ്തുവാകുന്ന വചനത്തെ നമ്മൾ മാറ്റിക്കഴിയുമ്പോൾ സ്വാഭാവികമായും എന്നിലും നിങ്ങളിലും ക്രിസ്തു കടന്നു വന്ന് നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകും. അങ്ങനെ എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്കും ക്രിസ്തു വചനമാകുന്ന ക്രിസ്തു കടന്നു ചെന്ന് ഈ ലോകം മുഴുവനും ഒരു മാറ്റമുണ്ടാക്കാൻ നമ്മിലൂടെ വചനത്തിലൂടെ ഈശോ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തപസ് കാലത്തിലാണ് ആയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കുറച്ച് സമയം വചനം വായിക്കുവാനുള്ള സമയം കണ്ടെത്തുവാനുള്ള കൃപാവരത്തിനായിട്ട്. വചനം വായിക്കാൻ മാത്രമല്ല, വചനം ധ്യാനിക്കാൻ മാത്രമല്ല, വചനം കേൾക്കാൻ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വചനം ആഴ്ന്നിറങ്ങുവാനായിട്ട്, അങ്ങനെ വചനം ജീവിക്കുവാനുള്ള കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വചനം വായിച്ച് അത് ധ്യാനിച്ച് അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപാവരം അങ്ങ് നൽകണമേ. പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ വചനത്തിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുത്തപ്പോൾ, അമ്മ ആ വചനത്തെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് അമ്മയിലൂടെ ആ പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്കും യോഹന്നാനിലേക്കും ഒക്കെ കടന്നു ചെന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്കും വചനം കടന്നു വരട്ടെ, പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. എന്നിൽ വചനം കുടികൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി വചനം മാറി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ഫ്രാൻസിസ് അസീസി പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും വചനത്തിൻ്റെ പ്രഘോഷകനാക്കി എന്നെ മാറ്റണമേ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുവാനും വചനം മനസ്സിലാക്കി ജീവിച്ച് വചനം പകർന്നു കൊടുക്കുവാൻ, നല്ലൊരു വചനത്തിൻ്റെ മാതൃകയാകുവാൻ പരിശുദ്ധ അമ്മയെ പോലെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ എന്നെയും അങ്ങ് സഹായിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വചനം കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ.